ഹായ് ഗൈസ്, ഇതെൻ്റെ മൂക്കുത്തി ലവേഴ്സിനുള്ളതാണേ. കണ്ടോ, ഞാനിപ്പോൾ മൂക്കുത്തിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് ഒരു 20-21 ആണ് ഞാൻ മൂക്കുത്തിയിട്ട്. ഇപ്പോൾ അതേ 2 മാസമായി. കണ്ടോ, നമുക്ക് കാണാൻ പറ്റുമല്ലോ, മുരിയുണ്ട് ആ ഭാഗത്ത്. ഞാനിങ്ങനെ തട്ടിയിരിക്കുന്ന കണ്ടോ, നല്ലപോലെ കുറഞ്ഞ്. ഇതിന് മുന്നേ ഞാനിവിടെ ഈ സൈഡിൽ, ഇതിൻ്റെ വലത്തെ സൈഡാണ്, ഇവിടെ കുത്തിയിരുന്നു. ഇവിടെ പാടുപോലും അല്ല, അപ്പം അങ്ങനെ പോയി ഊരിക്കളഞ്ഞു. കാരണം ഇത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല, വല്ലാത്ത പാടായിരുന്നു. ഒരു 5-6 മാസത്തോളം ഞാൻ കൊണ്ട് നടന്നു, പക്ഷേ ഉണങ്ങാത്ത കാരണം ഊരിക്കളഞ്ഞു. കാരണം പഴുപ്പ് നമ്മൾ ഗോൾഡ് മാറ്റിയിട്ടിട്ട്, ഞാൻ അത് കുത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഗോൾഡ് മാറ്റിയിട്ടായിരുന്നു. ആ ഗോൾഡ് മാറ്റിയിട്ട് പിന്നീട് ശ്രദ്ധിച്ചില്ല. മാറുമല്ലോ, സെക്കൻഡ് സ്റ്റേഡൊക്കെ ഞാൻ ഒരാഴ്ച മാത്രമേ കെയർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ മാറുമല്ലോ വിചാരിച്ചിരുന്നു, പക്ഷെ മാറിയില്ല. പണി പാളിയത് 1 മാസം കഴിയുമ്പോൾ നോക്കുമ്പോഴുണ്ട് ആ ഗോൾഡിന് ചുറ്റും പഴുത്ത് മഞ്ഞ കളറിൽ ചലം പോലെ വന്നിരിക്കുന്നു കട്ടിക്ക്. നമ്മളിപ്പോൾ കാലത്ത് എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ക്ലീൻ ആക്കലാണ് പണി. അല്ലെങ്കിൽ വല്ലയിടത്തും പോകുമ്പോൾ നമ്മൾ പിന്നെ പോകെ ശ്രദ്ധിക്കാതെ ആവും, എങ്കിലും വല്ലയിടത്തും പോകുമ്പോൾ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പണി. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുത്തി 2 മാസമായി, പക്ഷേ അങ്ങനെ ചലവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ഉണക്കം ഇനിയും വരാനുണ്ട്. ഞാൻ ഉപയോഗിച്ചത് വേറെ ഒന്നുമല്ല, സോൾട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ചെറിയ ചൂടാക്കിയിട്ട്, വെള്ളം ചൂടാക്കി അതിൽ ലേശം ഉപ്പിട്ട് നേരെ ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല പോലെ കോട്ടൺ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കയ്യിലൊരു ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് തന്നെ നല്ല പോലെ വാഷ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യാറ്. വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് എടുക്കും, നല്ലപോലെ പതിപ്പിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സോൾട്ട് വാട്ടർ ബോട്ടിലിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഈ മരുന്ന് കയ്യിൽ തന്നെ വെച്ചിട്ട് ചുറ്റും നാക്കി കൊടുക്കും, ഉള്ളിലും തിരുമ്മി കൊടുക്കും. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചത് ചെയ്ത് ഞാൻ മടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നിർത്തി നോക്കാം, എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴുണ്ട് എന്തിനു പറയണം, സംഭവം സെറ്റായി. 2 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ആക്കി നോക്കും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഊരി എടുക്കുമ്പോൾ കാണാം ഉള്ളിൽ ചെറിയൊരു റെഡ് കളർ പോലെ, അതായത് ഉള്ളിൽ ഉണങ്ങാത്ത പോലൊരു സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ കാണുമ്പോൾ ഊരി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്തത് റിങ് മൂക്കുത്തി ഫസ്റ്റ് തന്നെ പോയി മേടിച്ചു. മുന്നുണ്ടായിരുന്ന മൂക്കുത്തി ഉണ്ട്, അതൊരു ഫ്ലവർ മോഡലാണ്. പക്ഷേ അതിടാതെ റിങ് ഇടാനുള്ളൊരു പൂതിക്ക് മൂക്ക് കുത്താതെ പോലും പോയി പേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മൂക്കുത്തിയത്. അപ്പോൾ റിങ് ടൈപ്പ് നമുക്ക് ഇടാൻ പറ്റില്ല, സ്റ്റാർട്ടിങ്ങിന് ഇടാൻ പറ്റില്ല. അതിനുശേഷം പറ്റിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിങ് മൂക്കുത്തി കയറ്റുമ്പോൾ അതിൻ്റെ അറ്റം കാണുന്നില്ല. വല്ലാത്തൊരു അടിയായിപ്പോയി, അറ്റം കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ റിങ് മൂക്കുത്തി മാറ്റി, അതും ഡയമണ്ടിൻ്റെ പോയി എടുത്തതാണ്. പണി പാലും വെള്ളത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇടയിലാവട്ടെ. അപ്പോൾ അത് ഇടാൻ പറ്റാതെ 2 മാസമായിട്ട് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ഇടുമ്പോൾ എന്താണ് അവസ്ഥ നമുക്കറിയില്ല, കാരണം ഇത് ഗോൾഡ് ഇട്ടിട്ടാണ് എനിക്ക് പഴുപ്പ് വന്നിരുന്നത്. ഇപ്പോഴത്തെ ഗോൾഡ് ഇട്ടതിന് ശേഷം ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ 2 മാസമായിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഊരുമ്പോൾ ചെറിയൊരു ചുവപ്പ് കളർ പോലെ ഉള്ളിൽ എനിക്ക് തോന്നുന്നുണ്ട്, ഉള്ളിൽ ഉണങ്ങാത്ത പോലെ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ സോൾട്ട് വാട്ടർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ മരുന്ന് വെച്ച് കൊടുക്കും. ഇത് ഞാൻ ഊരിയിട്ട് 1-2 തവണ ആ റിങ് ടൈപ്പ് ഇടാൻ നോക്കി. അതുകൊണ്ടാണ് മനസ്സിലായത് സാധനം ചെയ്യലില്ല, പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഉള്ളിൽ ഈ റെഡിഷ് കളറും അതേപോലെ തന്നെ ഒരു ചെറിയൊരു വേദനയുണ്ട്, പെയിനും ഉണ്ട് ഇത് കയറ്റുമ്പോഴും അതെ. ഇത് ഊരിയിട്ട് റിങ് ടൈപ്പ് ഇട്ടതിന് ശേഷം അത് ഊരി ഇത് പിന്നെ ഇടുമ്പോൾ എനിക്കൊരു ചെറിയൊരു വേദന. അപ്പോൾ മനസ്സിലായി ഉള്ളിൽ ചെറിയൊരു ഉണക്കം ഇനി വരാനുണ്ട്. ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൽ കുറേ പേര്, അതായത് നമ്മുടെ മലയാളീസ് അല്ല, വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ ഒരു 6 to 9 months എടുക്കും മൂക്കിൻ്റെ ഇങ്ങനെ ഇത് മാറാനായിട്ട്. മൂക്ക് കുത്തി കഴിഞ്ഞാൽ മാറാനായിട്ട് ഇത്രയും ടൈം എടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ 1 മാസം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ മാറുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ മാറാത്തവർക്കാണ് വിഷമിക്കേണ്ട, ടൈം എടുക്കുന്നതാണ് അവരൊക്കെ പറയുന്നത്. അത് പോട്ടെ. പക്ഷെ നമ്മളൊരു മാസം ഇങ്ങനെ നല്ല പോലെ കെയർ ചെയ്യുക. ഞാനിപ്പോൾ ആ 1 മാസം കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഫേസിൽ ഈ മൂക്കിൻ്റെ അവിടെ തൊട്ടിട്ടില്ല. അതേപോലെ ഫേസ് കഴുകുമ്പോഴും ഇവിടെ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് സോപ്പ് തേക്കുന്നുണ്ടെങ്കിൽ ഈ 2 ഭാഗത്തേക്ക് ഞാൻ സോപ്പ് തേക്കുള്ളൂ. തേച്ച് വൈപ്പ് ചെയ്ത് കളയുന്ന പോലെ ഇങ്ങനെ കളയും.
അല്ലാതെ മൂക്കിൻ്റെ അവിടേക്ക് ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. സോപ്പും അപ്ലൈ ചെയ്തിട്ടില്ല. മേക്കപ്പും അവിടേക്ക് ആവാനായിട്ട് നിന്നിട്ടില്ല. കാരണം മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴും മിനിമലായിട്ട് ചെയ്യുള്ളൂ. ഇവിടേക്ക് ആവാതെ തന്നെ നോക്കും. ആയി എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ സോൾട്ട് വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് രാത്രി തന്നെ മരുന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, മൂക്കുത്തി കുത്തുന്നവർ പേടിക്കണ്ട. ഒരു മാസം നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക. എന്നിട്ട് എനിക്ക് പറ്റിയ വേറൊരു അബദ്ധം, ഞാൻ ഈ സംഭവം ഊരിയിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഈ തുളസിയുടെ തണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നു. പക്ഷേ അത് ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇട്ട് ഇത് ഉണങ്ങുമെന്ന് വിചാരിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഈ സംഭവം ഊരി നോക്കിയപ്പോഴുണ്ട് പഴുത്തിട്ട് ആ തണ്ടുമ്മേ ചലയിരിക്കുന്നു. എനിക്ക് വേദന സഹിക്കാൻ പറ്റാതായി. അത്ര വേദന എടുത്തു. കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയുടെ തണ്ട് കുറച്ച് കട്ടിയുള്ളതെടുത്ത് ഉണങ്ങുമ്പോൾ, ഈ സംഭവം ഇട്ട് ഉണങ്ങുമ്പോൾ നമ്മുടെ ഹോൾ അല്ലെങ്കിൽ ചെറുതാവുന്നു. കുറേ വീഡിയോസിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ളത്, ഏകദേശം ഇതിൻ്റെ തന്നെ തണ്ടിൻ്റെ ഒരു കട്ടിയുള്ളത്, ഇതിൻ്റെ അല്ല ഇതിനേക്കാളും ഒരു ലേശം കൂടെ കൂടുതലുണ്ട്, അതിട്ടിട്ടാണ് ഇരുന്നിരുന്നത്. 2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് 8ൻ്റെ പണി കിട്ടി. അതിന് നിറയെ ചലം വന്ന് എന്തോ യൂസ് ചെയ്യാൻ പാടില്ലാത്ത എന്തോ മൂക്കിൻ്റെ ഉള്ളിൽ ഇട്ട പോലെ ആയിരുന്നു. അപ്പോൾ ചിലർക്കത് പറ്റുന്നില്ല, അത് എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. പലതും നമ്മുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസമുള്ള സ്ഥിതിക്ക്, അതായത് നമുക്ക് പറ്റുന്നത് മറ്റുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ചെയ്യാതിരിക്കും. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ രീതി കൈ നല്ലോണം ഹാൻഡ് വാഷ് ചെയ്തിട്ട് സോൾട്ട് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ഈ മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.